ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊരു സസ്പെൻസാണ്. സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളൊരു സംഭവം പരിചയപ്പെടുത്താം. അതായത് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളെ സംഭവം എന്ന് പറയുന്നത്. അതായത് തുരപ്പ്. നമ്മൾ ഇതിനെ തുരപ്പ് എന്നാണ് പറയല്. തുരപ്പ് നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് പറയുന്നത് എനിക്കറിയില്ല. സാധാരണ തുരങ്കെന്നായിരിക്കും. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം, കമൻ്റ് ഇട്ടാൽ മതി താഴെ. പിന്നെ നമ്മൾ പണ്ട് കുളിച്ചുകൊണ്ടുണ്ടായ സ്ഥലമാണിത്. ഇപ്പോൾ കുളിക്കുന്നൊന്നുമില്ല, പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കുമല്ലോ കുളിക്കുന്നത്. പണ്ട് കുളിച്ചുകൊണ്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലെല്ലാം. പിന്നെ നമ്മൾ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നതും തുരങ്കത്തു നിന്നാണ്. അതായത് ആ തുരപ്പ് വഴി പൈപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വെള്ളം എടുക്കുന്നത്. വീട്ടിലേക്കും ഇപ്പോഴും എടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം പൈപ്പ് ഇട്ടിട്ട്. അപ്പോൾ അമ്മ പറഞ്ഞു വെള്ളം കുറച്ച് കുറവുണ്ട് വരുന്നത്, അപ്പോൾ എന്തായാലും അകത്തേക്കൊന്ന് പോകണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്നാൽ അതിനകത്തേക്കൊന്ന് വരണം. പണ്ടെല്ലാം ഞാൻ പോയിട്ടുണ്ട് അമ്മയുടെ ഒന്നിച്ച്, ഇപ്പോൾ കുറേ ആയി പോവാത്ത. വരണം അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെല്ലാം ഒന്നിത് കാണിച്ചു തരാമല്ലോ, എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ അമ്മ പറഞ്ഞു വന്നാലായി നമുക്കിന്ന് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ടാണ് ഈ ഒരു പ്രയത്നം ആരംഭിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറേ കാലമായി പോയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിന്. എന്തെങ്കിലും വല്ല വാതിലോ മറ്റേ എന്തെന്ന് തവളേനെ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ തവളയോ പാമ്പിനെ എനിക്ക് അത്ര പേടിയില്ല, എന്നാലും തവളേനെ ഭയങ്കര പേടിയാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാം സാധനം ഉണ്ടാവുമെന്ന്. അപ്പോൾ എൻ്റെ അനിയത്തിയെല്ലാം ഉണ്ടാടാ. അവർ പിന്നെ അവർക്ക് പേടിയായതുകൊണ്ട് അവർ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ലാന്ന്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ തുരപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ കുളം കുറേ കാലമായത്. പണ്ട് പണ്ടത്തെ ആൾക്കാരിങ്ങനെ കുഴിച്ച് മണ്ണ് ഇങ്ങനെ തുരന്ന് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് വെള്ളമെല്ലാം അപ്പോൾ ഏറ്റവും നല്ല ശുദ്ധജലം എന്നെല്ലാമാണ് പറയുന്നതെന്നല്ല, നല്ല ടേസ്റ്റാണ് വെള്ളത്തിന്. നമ്മളെ ബോറിലത്തെ വെള്ളം കുടിക്കുന്ന ഒരു ഉപ്പ് രസമോ അല്ല ഒരു തുരുമ്പിൻ്റെ അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഇതായത് പാറയുടെ ഇടയിൽ നിന്ന് വരുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്നില്ലേ നിങ്ങൾക്ക് ഒരു പുറത്തുനിന്നില്ലേ ഈ ബാക്ക്ഗ്രൗണ്ട്, ഇത് തന്നെയാണ് മൊത്തം ഉള്ളിലേക്കുള്ളത്. അപ്പുറം ഇപ്പുറം ഗുഹയോ കാര്യമോ ഒന്നുമില്ല. ഇടയ്ക്ക് ഇങ്ങനെ കല്ലെല്ലാം പൊടിഞ്ഞ് വീണിട്ടില്ല, ആ ഒരു സംഭവമെല്ലാം ഉണ്ടെന്നല്ലാണ്ട് വേറെ ഒരു സംഭവം ഇതിനകത്ത് കാണാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഇരുട്ടാണ്. അപ്പോൾ ഒന്നും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ മൊബൈലിൻ്റെ ടോർച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതെല്ലാം കാണുന്നുണ്ട്. നല്ല ഇതിപ്പോൾ ഞാൻ പോയിട്ട് അകത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് പുറത്ത് കാണിച്ചാണ്, ഒന്ന് ഉള്ളിലേക്ക് കാണിച്ചാണ്. മാത്രം എന്നാൽ ഇതിനകത്ത് ഫുള്ള് ഇരുട്ടാണ്, അപ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ അമ്മയുടെ ഒരു ടോർച്ചുണ്ട്. അമ്മ ടോർച്ച് എടുത്തിട്ട് ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അമ്മ ഇല്ലതാണ് എൻ്റെ ഒരു ധൈര്യം, അല്ലെങ്കിൽ ഞാൻ ആ പരിസരത്തേക്ക് പോകത്തില്ലായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ടോർച്ച് പിടിച്ച് തരുന്നുണ്ട്. എന്നാലും കാണാൻ ഭയങ്കര പാടാണ്, ഒന്നും കാണുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ആ ഒരു ലൈറ്റിന് കാണുന്നുണ്ട്, മാത്രം നിങ്ങൾക്ക് ഇതിൽ ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇങ്ങനെ ഇത് ഫുള്ള് വെള്ളമാണ്. ഈ നടുവിൽ പോകുന്ന നമ്മൾ നടക്കുന്ന അടുത്ത് ഫുള്ള് വെള്ളമാണ്. നല്ലോണം വെള്ളമില്ല, ഒഴുകി വരുന്ന വെള്ളമാണ്. പിന്നെ ചളിയുണ്ട് അടിയിൽ. പിന്നെ ഞാൻ വിചാരിച്ചു വല്ല എന്തെങ്കിലും ഞണ്ടോ അല്ലെങ്കിൽ തവളയോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിനി. മാത്രം അങ്ങനെയൊന്നും ഉണ്ടായിട്ടാ, അതുകൊണ്ട് സമാധാനമായി. അല്ലെങ്കിൽ ഞാൻ ഫോൺ വിട്ട് ഓടിയേനെ പുറത്തേക്ക് തന്നെ. എനിക്ക് അത്രയും പേടിയാണ് തവളേനെല്ലാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്മ ടോർച്ച് ബാക്കിലേക്ക് പിടിച്ചിരുന്നുണ്ട്. എനിക്ക് മൊബൈലിൻ്റെ ക്യാമറയിൽ ഒന്നും കാണുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇതാക്കുന്നല്ലാണ്ട് മൊത്തം ഇരുട്ടാണ്. പിന്നെ കാണാമെന്നറിയാം നമുക്കിതിൽ ആ പുറത്തുനിന്ന് കണ്ട സംഭവം തന്നെയാണ്. പിന്നെ വെള്ളമുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്, അതായത് വെള്ളം വരുന്ന സ്ഥലം. ആടെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ലൈറ്റ് ഇതെല്ലാം ആണ് കാണുന്നത്. മൊത്തം അപ്പുറം ഇപ്പുറമുള്ള ഭിത്തി മൊത്തം ഇങ്ങനെ മണ്ണിൻ്റെ ഇതാണ്. പിന്നെ അത് ഫുള്ള് വേറൊന്നുമില്ല കാണാൻ, ഇതന്നെ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇരുട്ടായതുകൊണ്ട് ഒരു മടുപ്പ് തോന്നുന്നുണ്ടാവും. വേറെ വഴിയില്ല. അതായത് ടോർച്ച് എടുത്തിട്ടുണ്ടെങ്കിലും വലിയ ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. മൊബൈലിൻ്റെ ലൈറ്റ് ഉണ്ട്, മാത്രം ഒന്നും കാണുന്നില്ല. ഞാൻ എന്താക്കൽ, ഒരു സൗണ്ടും ഇല്ല ഇതിനകത്ത്. ഞാൻ വെച്ച് ഒന്നെല്ലാം തത്തമുള്ളല്ല ചീവീടില്ലേ, അതിൻ്റെ എല്ലാം സൗണ്ട് ഉണ്ടാവുന്നു.
ഇടയ്ക്ക് അമ്മ എന്നോട് എന്തെല്ലോ പറയുന്നുണ്ട്, വെള്ളമില്ല, കുറേ ആയി വെള്ളമില്ലാത്തത്, നേരെ വെള്ളം വരുന്നില്ല, കുറേ ആയി ഇങ്ങോട്ട് വരണം എന്നെല്ലാം വിചാരിക്കുന്നതെല്ലാം അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദൂരം ഉണ്ട് ഇതിന്, എത്ര എനിക്കങ്ങനെ പറയാനറിയില്ല കറക്റ്റ്, എന്നാലും കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ എത്താനായി എന്തായാലും. ഫൈനലി നമ്മൾ സ്ഥലത്തേക്ക് എത്തി. കാണിച്ചാമേ ഇങ്ങോട്ടേക്കോ, ഞാൻ ജസ്റ്റ് ഒന്ന് ലൈറ്റ് പിടിച്ച് അങ്ങോട്ടേക്ക്. അങ്ങനെ ഞങ്ങൾ അവസാനം അടുത്തേക്ക് എത്തി. അതായത് അടുത്തേക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വെള്ളമെല്ലാം വരുന്ന സ്ഥലം, ഇങ്ങനെ കുറച്ച് പാറ കഷ്ണത്തിൻ്റെ എല്ലാം ഇടയിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം വരുന്നത്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ പോയത് അമ്മേരൊന്നിച്ച്. പിന്നെ അമ്മ പറഞ്ഞാൽ വെള്ളം നേരെ പൈപ്പിൽ വരാത്തതുകൊണ്ട് കുടിക്കാൻ നേരെ വെള്ളം കിട്ടുന്നില്ല, അതുകൊണ്ട് അമ്മ പോയി. അപ്പോൾ ഒന്നിച്ച് ഞാനും പോയി. ഇതെല്ലാം ഇതിലേ കൂടിയിട്ട് വെള്ളം വരുന്നു, അങ്ങോട്ട് പിടിച്ചേ. ആ ലൈറ്റ് ഓഫ് ആക്ക്. ഫുള്ള് ഇട്ട് തന്നെ, ഒന്നും കാണുന്നില്ല. ഞാൻ അമ്മയെ ടോർച്ച് പിടിക്കുന്നുണ്ട്, അമ്മ ഇടയിലോ കൊണ്ടുപോയിട്ട് പിടിക്കുന്നതാണ്. കണ്ടില്ലേങ്ങോ, ഇതാ അങ്ങനെ കുറേ പാറക്കഷ്ണം വരുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് വെള്ളം വന്നിട്ട് താഴെ ഒരു കുണ്ടുപോലെ ഉണ്ട്, ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഇതാക്കുന്നത്. ആടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി 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 നിറയുന്നതാണ് വരുന്നത് പുറത്തേക്ക്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഞണ്ടെല്ലാം മാടിയാക്കൂലേ ഇങ്ങനെ, അപ്പോൾ അതിലേക്കെല്ലാം വെള്ളം താണിട്ട് പോകുമ്പോഴാണ് വെള്ളം കുറയുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ കത്തിയെല്ലാം എടുത്തിട്ട് വരും, ഇങ്ങനെ കൊത്തിയിട്ട് പാറയുടെ ഇങ്ങനെ അളുക്കില്ലേ അതിൻ്റെ ഇടയിൽ നിന്ന് വെള്ളമെല്ലാം ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കുറയുമ്പോൾ അമ്മയും അച്ഛനും എല്ലാം കൂടിയിട്ട് വരും. പണ്ടെല്ലാം ആണെങ്കിൽ ചിമ്മിണിക്കൂടില്ലേ, ചിമ്മിണിക്കൂടെല്ലാം എടുത്തിട്ടാണ് വരുന്നത്, തീപ്പെട്ടിയും ചിമ്മിണിക്കൂടെല്ലാം എടുത്തിട്ട്. എന്താ പറഞ്ഞാൽ ടോർച്ചെല്ലാം ആ സമയത്ത് മറ്റേ ബാറ്ററി ഇടുന്ന ടോർച്ചെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ ചിമ്മിണിക്കൂട് എടുത്തിട്ട് വരും. അപ്പോൾ അങ്ങനെ ചിമ്മിണിക്കൂടിൻ്റെ കുറേ സമയം ഞാനും പോകും അമ്മേരൊന്നിച്ച്. ഞാൻ ചിമ്മിണിക്കൂടും പിടിച്ച് നിൽക്കുമ്പോൾ അമ്മ ഇങ്ങനെ കൊത്തും ഈ പാറയിലേക്ക് കത്തിയോണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനത്തെ ഇങ്ങനെ കുറച്ച് കട്ടിയിലെ സാധനത്തോണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എളിയിട്ട് വെള്ളം വരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ നിന്ന് വെള്ളം വരും. അങ്ങനെയാണ് ആക്കൽ. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ കുറച്ച് സമയം നോക്കിന് വെള്ളം ഉണ്ടാകുന്നതെന്ന്. പിന്നെ അമ്മ പറഞ്ഞു ഇനി ഒരു ദിവസം കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ മടങ്ങി തിരിച്ച് പോവാന്ന് അടയിലെ സംഭവമെല്ലാം കഴിഞ്ഞിട്ട്. എന്തായാലും നമ്മൾ മടങ്ങി. പിന്നെ ഇനി അമ്മ പറഞ്ഞു ഇനി എപ്പം വരാമെന്ന് പറഞ്ഞിട്ട്. മാത്രം നിങ്ങൾക്ക് നേരെ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, ശരിക്കും എന്താ പറഞ്ഞാൽ ഫുൾ ഇരുട്ടല്ലേ. പിന്നെ ലൈറ്റ് അമ്മേരെ ഒരു ലൈറ്റ് ഉണ്ട്, ഞാൻ ടോർച്ചിൻ്റെ ലൈറ്റ്, അതായത് ഫോണിൽ ടോർച്ച് കത്തിച്ചിട്ടുണ്ടായിന്, മാത്രം ആ ലൈറ്റിനൊന്നും കാണുന്നില്ല. എന്തായാലും നമ്മൾ പുറത്തേക്ക് എത്താനാകുമ്പോൾ കുറച്ച് ലൈറ്റ് കാണുന്നു, ആ പുറത്തത്തെ ലൈറ്റ് ഉള്ളിലേക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം കുറച്ച് വൃത്തിക്ക് കാണുന്നു, അതൊന്നും കാണുന്നില്ല. ഇങ്ങനെയാണ് സംഭവം ഫുള്ള്, വേറൊന്നുമില്ല കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക്. പിന്നെ ആടെ കുറേ ദൂരം പോയിട്ട് അവിടെ എത്തുമ്പോൾ ആ കരിങ്കല്ലിൻ്റെ കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നു. മാത്രം അത് കാണാൻ കഴിഞ്ഞിട്ട് ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം ഫുള്ള് ചളിയായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്തായാലും പുറത്തേക്ക് എത്തി. അമ്മയുടെ ഒരു ഹായ് പറയാൻ പറഞ്ഞതാണ്, അമ്മ പറയുന്നില്ല. പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അമ്മ പറഞ്ഞു. ഇതെൻ്റെ കോമഡിയാണ്. എന്ത് പറഞ്ഞാൽ കുറച്ച് മണ്ണെല്ലാം പറ്റിയിട്ടുണ്ടാക്കും ഞാൻ, പിന്നെ അതെല്ലാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടാറ്റാ.